ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USS സ്കോളർഷിപ്പ് എക്സാമിൽ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠമായ ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഈ പാഠത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്? കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത്. പെപ്പർ, കുരുമുളക്. കുരുമുളകാണ് കറുത്ത സ്വർണം അഥവാ ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത്. വെൻ ഡിഡ് വാസ്കോ ഡ ഗാമ റീച്ച്ഡ് ഇന്ത്യ? എപ്പോഴാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത്? 1498, 1498. 1498 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത്. ആ സമയത്ത് കാലിക്കറ്റ് മലബാർ ഭരിച്ചിരുന്നത് സമോറിൻ ഭരണാധികാരിയായിരുന്നു. വാസ്കോ ഡ ഗാമ കൂടാതെ കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരാണ് അൽമീദയും അൽബുക്കറക്കും. ഓർത്തുവയ്ക്കുക, അൽമീദയും അൽബുക്കറക്കും. ഹൂ വർ നോൺ ആസ് പറങ്കീസ്? പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആര്? പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത്. വിച്ച് ആർ ദ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഗോവ, ദാമൻ ആൻഡ് ദിയു. ഗോവയും ദാമനും ദിയുമായിരുന്നു അവരുടെ വ്യാപാര കേന്ദ്രങ്ങൾ. നെയിം ഫോർട്ട്സ് കൺസ്ട്രക്റ്റഡ് ബൈ പോർച്ചുഗീസ് ഇൻ കേരള. കേരളത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകളുടെ പേരെഴുതുക. സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും. ഓർത്തുവയ്ക്കുക, കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ ജില്ലയിലാണ്, സെൻറ്റ് ആഞ്ചലോ കോട്ട കണ്ണൂർ ജില്ലയിലാണ്. ഇവ രണ്ടും കേരളത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകളാണ്. ഹു ഇനിഷ്യേറ്റഡ് ദ കംപ്ലീഷൻ ഓഫ് ദ ബുക്ക് ഹോർത്തൂസ് മലബാറിക്കസ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തക സമാഹാരത്തിന് തുടക്കം കുറിച്ചതാര്? വാൻഡ്രീഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തക സമാഹാരത്തിന് തുടക്കം കുറിച്ചത്. വാൻഡ്രീഡ് എന്ന് പറയുന്നത് ഡച്ച് ഗവർണറാണ് വാൻഡ്രീഡ്. കേരളത്തിലെ മെഡിസിനൽ പ്ലാന്റ്സിന്, അതായത് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹു ഹെൽപ്പ് വാൻഡ്രീഡ് ടു കംപ്ലീറ്റ് ദ ബുക്ക് ഹോർത്തൂസ് മലബാറിക്കസ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പൂർത്തിയാക്കാൻ വാൻഡ്രീഡിനെ സഹായിച്ചതാര്? ഇട്ടി അച്യുതൻ വൈദ്യരാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പൂർത്തിയാക്കാൻ വാൻഡ്രീഡിനെ സഹായിച്ചത്. ഇൻ വിച്ച് ഇയർ ബാറ്റിൽ ഓഫ് കുളച്ചൽ ടേക്ക് പ്ലേസ്? ഏത് വർഷമാണ് കുളച്ചൽ യുദ്ധം നടന്നത്? 1741, 1741 കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായിട്ടായിരുന്നു യുദ്ധം. അതിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചു. ഹൂ വർ നോൺ ആസ് ലാൻഡൻസ്? ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആര്? ഡച്ചുകാരാണ് ലന്തക്കാർ എന്ന് അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാർ പറങ്കീസ് എന്നറിയപ്പെടുന്നു, ഡച്ചുകാർ ലന്തക്കാർ എന്ന് അറിയപ്പെടുന്നു. വിച്ച് ആർ ദ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചിയും കൊല്ലവുമാണ് ഇന്ത്യയിലെ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. ഓർത്തുവയ്ക്കുക. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ കമ്പനി ഫോമഡ് ഇൻ ഇംഗ്ലണ്ട് ടു ട്രേഡ് വിത്ത് ഇന്ത്യ? ഇന്ത്യയുമായി വ്യാപാരം നടത്താൻ ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച കമ്പനിയുടെ പേരെന്താണ്? ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയുമായി വ്യാപാരം നടത്താൻ ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച കമ്പനി. ഇൻ വിച്ച് ഇയർ വാസ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോമഡ്? ഏതു വർഷമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്? 1600, 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്.
വിച്ച് ആർ ദ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ബോംബെ, കൽക്കട്ട, മദ്രാസ്, സൂറത്ത്. ബോംബെ എന്നാൽ മുംബൈ, കൽക്കട്ട കൊൽക്കത്ത, മദ്രാസ് ചെന്നൈ. ബോംബെ, കൽക്കട്ട, മദ്രാസ്, സൂറത്ത് എന്നിവയാണ് ഇംഗ്ലീഷുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ. അവരുടെ ഫസ്റ്റ് ട്രേഡ് സെൻറ്ററാണ് സൂറത്ത്. ഗുജറാത്തിലാണ് സൂറത്ത് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വയ്ക്കുക, അവരുടെ ആദ്യത്തെ ട്രേഡ് സെൻറ്റർ ഗുജറാത്തിലെ സൂറത്തിലാണ്. വെൻ ഡിഡ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോമഡ്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചതപ്പോൾ? 1664 AD, 1664 AD. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് 1664 വിച്ച് ആർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ ഫ്രഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ എന്നിവയാണ് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. Where did the English East India Company gain power in India for the first time? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഇന്ത്യയിൽ അധികാരത്തിലെത്തിയത് എവിടെ? ബംഗാൾ. ബംഗാളിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരത്തിലെത്തിയത്. പിന്നെ കൂട്ടുകാർ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, കർണാട്ടിക് യുദ്ധങ്ങൾ, അതായത് കർണാട്ടിക് വാർസ് നടന്നത് ഇംഗ്ലീഷുകാർ തമ്മിലും ഫ്രഞ്ചുകാർ തമ്മിലുമാണ്. ഫ്രഞ്ചുകാർ തമ്മിലും ഇംഗ്ലീഷുകാർ തമ്മിലുമാണ് കർണാട്ടിക് വാർ നടന്നത്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ സബ്സിഡറി അലയൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാര്? ലോർഡ് വെല്ലസ്ലി. വെല്ലസ്ലി പ്രഭുവാണ് ഇന്ത്യയിൽ സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് നടപ്പിലാക്കിയത്. ഓർത്തു വയ്ക്കുക, ലോർഡ് വെല്ലസ്ലിയാണ് സബ്സിഡറി അലയൻസ് നടപ്പിലാക്കിയത്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇൻ ഇന്ത്യ? ദത്തവകാശ നിരോധന നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയതാര്? ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യയിൽ ദത്തവകാശ നിരോധന നയം ഡോക്ട്രിൻ ഓഫ് ലാപ്സ് നടപ്പിലാക്കിയത്. സബ്സിഡറി അലയൻസും ഡോക്ട്രിൻ ഓഫ് ലാപ്സും നിങ്ങൾക്ക് മാറിപ്പോവരുത്. സബ്സിഡറി അലയൻസ് നടപ്പിലാക്കിയത് ലോർഡ് വെല്ലസ്ലി, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് നടപ്പിലാക്കിയത് ലോർഡ് ഡൽഹൌസി. കൂട്ടുകാരിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഡൽഹൌസി ഡോക്ട്രിൻ. ഓക്കെ. ഇൻ വിച്ച് ഇയർ വാസ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഫോട്ട്? പ്ലാസി യുദ്ധം നടന്ന വർഷം ഏത്? 1757. 1757 പ്ലാസി യുദ്ധം നടന്നത്. ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം നടന്നത്. അതിൽ ബ്രിട്ടീഷുകാർ സിറാജ് ദൗളയെ തോൽപ്പിച്ചു അവിടെ അധികാരത്തിലെത്തി. ഇൻ വിച്ച് ഇയർ വാസ് ബാറ്റിൽ ഓഫ് ബക്സാർ ഫോട്ട്? ബക്സാർ യുദ്ധം നടന്ന വർഷം ഏത്? 1764. 1764 ബക്സാർ യുദ്ധം നടന്നത്. ബക്സാർ യുദ്ധത്തിലൂടെ ബംഗാൾ മുഴുവനായിട്ടും കമ്പനിയുടെ അധികാരത്തിലായി, അതായത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി ബംഗാൾ മുഴുവനായും ബക്സാർ യുദ്ധത്തിന് ശേഷം. വിച്ച് ട്രീറ്റി ഡിഡ് ദ ഇംഗ്ലീഷ് ഗോട്ട് മലബാർ? ഏത് ഉടമ്പടി അനുസരിച്ചാണ് ഇംഗ്ലീഷുകാർക്ക് മലബാർ ലഭിച്ചത്? ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലീഷുകാർക്ക് മലബാർ ലഭിച്ചത്. കൂട്ടുകാർ ഈ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ലൈക്ക് ഹൈദരാബാദ്, തഞ്ചാവൂർ ആൻഡ് ഇൻഡോർ എൻറ്റേർഡ് ഇൻ ടു ദ സബ്സിഡറി അലയൻസ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഓർത്തു വയ്ക്കുക, ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ദ ബ്രിട്ടീഷ് annexed സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി ആൻഡ് നാഗ്പൂർ ത്രൂ ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്തു. ദത്തവകാശ നിരോധന നയത്തിലൂടെ. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് ലാപ്സിലൂടെ അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. 1498 1498 വാസ്കോഡ ഗാമ കാലിക്കറ്റിലെത്തി, അല്ലേ, ഇന്ത്യയിൽ എത്തി. 1602 1602 അപ്പോൾ എന്താണ് നടന്നത്? ഡച്ചുകാർ ഇന്ത്യയിലെത്തി.
1664 1664 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. 1741 1741 ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ യുദ്ധം നടന്നത്. 1757 1757 ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം നടന്നത്. ഗോവ, ദാമൻ, ദിയു എന്നിവയാണ് പോർച്ചുഗീസുകാരുടെ ട്രേഡ് സെൻറ്റേഴ്സ്. ഡച്ചുകാരുടെ ട്രേഡ് സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്? കൊച്ചി, കൊല്ലം. ഇംഗ്ലീഷുകാരുടെ ട്രേഡ് സെൻറ്റേഴ്സാണ് സൂറത്ത്, ബോംബെ, കൽക്കത്ത, മദ്രാസ് എന്നിവയാണ് ഇംഗ്ലീഷുകാരുടെ ട്രേഡ് സെൻറ്റേഴ്സ്. ഫ്രഞ്ചുകാരുടെ കച്ചവട കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. അവരുടെ ആസ്ഥാനം അഥവാ ഹെഡ് ക്വാർട്ടേഴ്സ് പോണ്ടിച്ചേരിയാണ്. ഓർത്തു വയ്ക്കുക. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ്. 1664 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തക സമാഹാരത്തിന് തുടക്കം കുറിച്ചത് വാൻ റീഡാണ്. അത് പൂർത്തിയാക്കാൻ വാൻ റീഡിനെ സഹായിച്ചത് ഇട്ടി അച്യുതൻ വൈദ്യരാണ്. മൈസൂർ വാറിലൂടെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സ്ഥലങ്ങളാണ് മലബാർ കൂറുക. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർ ഓർത്ത് വയ്ക്കുക. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.